ഹലോ ഗൈസ്, ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനാണ്. ഇന്നത്തെ മെയിൻ തരം എന്താണ്ട് ഈ സോയ ചങ്ക്സ് ആണ്. ഇവനെ നമ്മളിന്ന് ശരിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചെറുതായിട്ട് ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഈ സോയ ചങ്ക്സ് ഒന്ന് വെള്ളത്തിയിട്ട് നല്ലോണം കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ്. പെട്ടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളത്തിയിട്ടാൽ മതി. അത് നല്ലോണം എന്താണ്ട് ഇടിച്ച് പിഴിഞ്ഞ് ഇതിലിട്ടിട്ട് അടുത്ത പൊടികളായിട്ട് ഓരോന്നോരോന്ന് ഇടുക. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളകും കൂടെ ഇതിനകത്തിട്ട് നല്ലോണം ഞാൻ തിരുമിയെടുക്കുകയാണ്. ഈ പൊടികളെല്ലാം നിങ്ങൾ നോക്കിയിടണേ. ഉപ്പ് വെച്ച് കുറച്ചിട്ടാൽ മതി. ഉപ്പ് ഇതിന് നല്ലോണം പിടിക്കും. എന്താണ് 1 സ്പൂൺ ഉപ്പേ ഞാൻ ഇട്ടിട്ടുള്ളേ. ഇതെല്ലാം കൂടെ നമ്മൾ തിരുമി പരുവാക്കി എടുക്കുന്നുണ്ട്. കാരണം ഇതെന്ന് വെച്ചാൽ ഈ ചങ്ക്സിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമ്മളൊരു 10 മിനിറ്റ് മാരിനേറ്റായിട്ട് ഇരിക്കാനായിട്ട് വെച്ചേക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് പിടിക്കും. ഒരു അര പീസ് നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് വരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചട്ടി എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണയോടെ ഒഴിച്ച് ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ തട്ടിയിട്ട് നല്ലോണം കോരിയെടുത്താൽ മതി. നല്ലോണം മൂത്ത് വരണേ, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അതിനുശേഷം ഞാൻ മേളിലോട്ട് വന്നിട്ടുണ്ട്. ഒരു ദുർദ്ദേശമായിട്ടാണ് വന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്, നിങ്ങൾ മിക്കവാറും എല്ലാം കണ്ടിട്ടുണ്ടാവും. ഈ മണമുള്ള മുളെല്ലാം പറിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ഒരു സംഭവം ഉണ്ടാക്കണം. മോര് കാച്ചാനായിട്ടാണ് ഇതൊക്കെ പറിക്കുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പിടിപ്പിച്ചെടുത്തത്. ആദ്യം തന്നെ തൈര് തണ്ട മിക്സി ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചത് പാന് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഈ മുളകെല്ലാം നമ്മൾ കീറി ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ട് ഇട്ട് കായപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതാണെങ്കിൽ കരിഞ്ഞ പോലെ നോക്കി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം മൂപ്പിച്ചെടുത്താൽ മതി. മൂപ്പിച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മുളക് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ എരിയല്ലേ കഴിക്കാൻ പറ്റത്തില്ല. അതൊന്നാണ് ഞാൻ നല്ലോണം ഇത് മൂപ്പിച്ചെടുത്തിട്ട് അവസാനം ഞാൻ ഇത് നല്ല മൂത്ത് വരുമ്പോൾ ഇത്രയുള്ള സംഭവം ഇത് തൈരിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന് നോക്കി ഉപ്പൂടെ ചേർത്ത് കൊടുത്താൽ സംഭവം കിടുക്കാച്ചിയാണേ. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കണേ. അതിനുശേഷം ഞാൻ ചോറ് കഴിക്കാനായിട്ട് ചോറ് എടുത്തിട്ടുണ്ട്. പ്ലേറ്റ് ചോറിലോട്ട് നമ്മൾ ഈ സോയ ചങ്ക്സ് വറുത്ത് ഊരി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ഇടുന്നുണ്ട്. 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ താരം. ഇത് ഉച്ചയ്ക്ക് തന്നെ ചെയ്ത് ഉച്ചയ്ക്ക് തന്നെ തീർന്നു പോയേ, രാത്രിത്തേക്ക് ഇല്ലായിരുന്നു. പിന്നെ രാത്രി പിന്നെ ഞാൻ ഉണ്ടാക്കേണ്ടി വന്ന്. അങ്ങനെ ഇതിന് കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്, അവനെ നമ്മൾ തീർക്കണ്ടേ, അവനെ ഒഴിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ മോര് കാച്ചത് അവനെയും കൂടെ ഇതിലോട്ട് ഒഴിച്ച് ഒരു പിടി പിടിച്ചാൽ ഓഹോ സൂപ്പർ സംഭവമായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നേ. അല്ലെങ്കിൽ ഈ സാമ്പാറും തേരും കൂടെ കഴിക്കാൻ തന്നെ സൂപ്പറാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെ ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.